കേരള സ്റ്റോറിക്കെതിരെ ശബ്ദമുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒന്നും മിണ്ടാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രണ്ടുതരം നേതാക്കൾ, രണ്ടുതരം രാഷ്ട്രീയം, രണ്ടുതരം നിലപാടുകൾ. ഒരു ജനതയെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന സിനിമകൾ കലയല്ല, അവ സമൂഹത്തിന് നൽകുന്ന വിഷമാണ്. അതെ, കേരള സ്റ്റോറി 2 വർഗീയ വിഷം കുത്തി നിറച്ച കാളകൂട വിഷമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാർത്തയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദേശീയ പുരസ്കാര ജേതാവായ സംഘപരിവാറുകാരനായിട്ടുള്ള കാമാഖ്യ നാരായണ സിംഗ് ആണ് ഈ സിനിമ ഇപ്പോൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. വർഗീയ വിഷം വാരി വിതറുന്ന കേരള സ്റ്റോറി ബിയോണ്ട് ദ കേരള സ്റ്റോറിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. വർഗീയത നിറഞ്ഞ ഡയലോഗുകളാലും രംഗങ്ങളാലും 2023 റിലീസ് ചെയ്ത ദ കേരള സ്റ്റോറി വാരി വിതറിയ വർഗീയ വിഷത്തേക്കാൾ കൂടിയ വിഷമായിരിക്കും കേരള സ്റ്റോറി 2 എന്ന് ട്രെയിലർ തന്നെ സൂചന നൽകി കഴിഞ്ഞു. 3 പെൺകുട്ടികളിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് എന്നാണ് അത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ ഒരു കഥ നടക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കി മാറ്റുമെന്ന ഡയലോഗ് മുതൽ ശാരീരികമായി കീഴ്പ്പെടുത്തി ബീഫ് കഴിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങളുമെല്ലാം ആ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിപുൽ ഷാ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ പുതുമുഖങ്ങളാണ് മുഖ്യ വേഷത്തിലെത്തുന്നത്. അല്ലെങ്കിൽ സുദീപ് തോസൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗത്തിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്തായാലും കേരളം എന്താണെന്ന് അറിയാത്ത വെറും മൊണ്ണകളാണ് സിനിമ എടുത്തിട്ടുള്ളതെന്ന് വ്യക്തമാണ്. വിവാദ ചിത്രം കേരള സ്റ്റോറിയുടെ 2ാം ഭാഗമായ ദ കേരള സ്റ്റോറി 2-നെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ ഭാഷയിലാണ് ആഞ്ഞടിച്ചത്. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് പോസ്റ്റ് വലിയ വൈറലാണ്. അതുകൂടി നമുക്കൊന്ന് ആദ്യം വായിക്കാം. കേരളത്തിനെതിരെ വിദ്വേഷം വിതയ്ക്കാനും നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അവഹേളിക്കാനും ലക്ഷ്യമിട്ട് നിർമ്മിക്കപ്പെട്ട ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം പുറത്തിറങ്ങുന്നു എന്ന വാർത്ത ഗൗരവത്തോടെ കാണേണ്ടതാണ്. നട്ടാൽ കുരുക്കാത്ത നുണകളും വിദ്വേഷവും കേരള വിരുദ്ധ പ്രചാരണവും കുത്തിനിറച്ച 1ാം ഭാഗം വർഗീയ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞതാണ്. കലാസൃഷ്ടിയുടെ മേലങ്കി അണിഞ്ഞ് പുറത്തിറങ്ങിയ ആ വികൃത സൃഷ്ടിയെ ദ റിയൽ കേരള സ്റ്റോറി വിളിച്ചു പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതുമാണ്. സാഹോദര്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മാതൃകയെ ഭയപ്പെടുന്നവരാണ് തുടർച്ചയായ വിദ്വേഷ പ്രചാരണങ്ങളുടെ അണിയറക്കാർ. കേരള സ്റ്റോറി എന്ന അപഹാസ്യമായ വ്യാജ പ്രതീതി നിർമ്മിതിയെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത് സംഘപരിവാർ കേന്ദ്രങ്ങളാണ്. പരസ്പര സമ്മതത്തോടെ നടക്കുന്ന വിവാഹങ്ങളെ പോലും വർഗീയതയുടെയും നിർബന്ധിത മതപരിവർത്തനത്തിന്റെയും നിറം നൽകി തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നതും അവരാണ്. വർഗീയ കലാപങ്ങൾ ഇല്ലാത്തതും എല്ലാ മതവിശ്വാസികളും പരസ്പര ബഹുമാനത്തോടെ സഹവർത്തിക്കുന്നതുമായ കേരളത്തെ അവർ ശത്രുതയോടെയാണ് കാണുന്നത്. നമ്മുടെ നാടിന്റെ ശാന്തിയിലും സമാധാനത്തിലും വിഷം കലക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളാണ് നമ്മുടെ നാടിന്റെ ശത്രുക്കൾ. ബീഫ് എന്ന പേരിട്ടതുകൊണ്ട് ചലച്ചിത്രമേളയിൽ ഒരു ചിത്രത്തിന് പ്രദർശനാനുമതി പോലും നിഷേധിച്ച കാലത്ത് സമൂഹത്തിൽ ഭിന്നതയും വിദ്വേഷവും പടർത്തുക എന്ന ലക്ഷ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷസൃഷ്ടികൾക്ക് എങ്ങനെയാണ് പ്രദർശനാനുമതി ലഭിക്കുന്നത് എന്നത് ആശ്ചര്യകരമാണ്. സുസ്ഥിര വികസന സൂചികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്രമസമാധാന പാലനത്തിൽ മാതൃകയായ മതസൗഹാർദ്ദത്തിന്റെ നാടായ കേരളത്തെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി തള്ളിക്കളയണം. വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് കേരളത്തിന്റെ മതേതര അടിത്തറ തകരില്ലെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. വിദ്വേഷ പ്രചാരണങ്ങളെ അവജ്ഞയോടെ തള്ളുന്നതിനൊപ്പം വസ്തുതകളെയും മതനിരപേക്ഷതയുടെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളെയും ശക്തമായി ഉയർത്തിപ്പിടിക്കണം. കേരളം നമ്മുടെ അഭിമാനമാണ്. നുണകൾക്കെതിരെ സത്യം ജയിക്കണം. അതിനായി നാം ഒരുമിച്ച് നിലകൊള്ളണം എന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ച് കേട്ടോ. പെട്ടെന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പരതി നോക്കി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി എവിടെ സംസാരിക്കാൻ അല്ലെ. എന്നാൽ സതീശനാകട്ടെ ഈ കേരള സ്റ്റോറി 2-നെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു പോസ്റ്റ് പോലും എങ്ങും ഇട്ടിട്ടുമില്ല. സംഘപരിവാർ വിധേയത്വം എന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നിയാലും കുറ്റം പറയാൻ കഴിയില്ല. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒക്കെ എതിർക്കും എന്നൊക്കെ ചുമ്മാ വാക്കുകളിൽ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ മാത്രമേ വി.ഡി. സതീശന് കഴിയൂ എന്ന് നമുക്കറിയാം. പറയുന്നതല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അവരുടെയൊക്കെ പിന്തുണ വേണം, അവരൊക്കെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നൊക്കെ പരസ്യമായി പറയുന്ന ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും താലോലിക്കുന്ന സതീശൻ എങ്ങനെയാണ് കേരള സ്റ്റോറിക്കെതിരെ സംസാരിക്കാൻ കഴിയുക? അത് സംഘപരിവാറിന് സങ്കടമാകില്ലേ? അത് ബി.ജെ.പിക്ക് സങ്കടമാകില്ലേ? അപ്പോ നിശബ്ദത, അതാണ് സതീശൻ ഇവിടെ പാലിക്കുന്നത്. ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ ഒരു നാണവും മാനവും ഇല്ലാതെ നടുകുനിച്ച് വിളക്ക് കത്തിക്കുന്ന ചിത്രം നമ്മളൊക്കെ കണ്ടതാണ്. ഗോൾവാക്കറുടെയൊക്കെ ആ പരിപാടിയിൽ ആ ജന്മശതാബ്ദി ദിനത്തിലൊക്കെ പങ്കെടുക്കാൻ പോകണമെങ്കിൽ, അതൊരു കോൺഗ്രസ്സുകാരൻ പങ്കെടുക്കാൻ പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എത്തരത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, 2 നേതാക്കളുടെയും പിണറായി വിജയന്റെയും സതീശന്റെയും നിലപാട്, അവരുടെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത, അതുപോലെ തന്നെ അവർ ഓരോ വിഷയങ്ങളിലും നടത്തുന്ന ഇടപെടലുകൾ, വർഗീയതക്കെതിരെ ഇരുവരും സ്വീകരിക്കുന്ന സമീപനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വർഗീയതയ്ക്കെതിരെ, സംഘപരിവാറിനെതിരെ ഒക്കെ ആഞ്ഞടിക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവ്, ഒരേ ഒരു പാർട്ടി, അത് LDF-ഉം അത് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ഈ പാർട്ടിക്കും ഈ പാർട്ടിയിലെ നേതാക്കൾക്കും മാത്രമേ അത് കഴിയൂ എന്ന് കാണിച്ചു തരികയാണ്. അവരില്ലാത്ത ഈ നാട് എങ്ങനെയാകുമെന്നതാ ഇപ്പോൾ ഞാൻ ഈ വാർത്ത പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേരള സ്റ്റോറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോറികളൊക്കെ വന്നാൽ സതീഷിനൊക്കെ ഏതൊക്കെ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്നപ്പോ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരുന്നവർക്ക് എങ്ങനെയാണ് ഇത്തരം സിനിമകൾക്കെതിരെയൊക്കെ ശബ്ദമുയർത്താൻ കഴിയും? ഒരു സിനിമയ്ക്കെതിരെ പോലും ശബ്ദമുയർത്താൻ കഴിയാത്തവരാണ് കേരളം പിടിക്കാനും വർഗീയതയ്ക്കെതിരെ പോരാടും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും സുദീപ് സെൻ സംവിധാനം ചെയ്ത് 2023 റിലീസ് ചെയ്ത ദ കേരള സ്റ്റോറി കേരളത്തെ മോശമായി ചിത്രീകരിച്ചപ്പോഴും വർഗീയ വിഷ സിനിമയ്ക്കെതിരെ വടിയെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിന്നെ അതിലും കൂടിയ ഐറ്റവുമായി വരുമ്പോൾ മുഖ്യമന്ത്രി വെറുതെ വിടുമോ? ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മൈക്കിൾ എന്ന് പറയുന്ന കഥാപാത്രം ഇങ്ങനൊരു ഡയലോഗ് പറയുന്നുണ്ട്, മുംബൈക്കാര ജാവോ എന്ന് പറയണം എന്ന് പറയുന്ന ആ ഡയലോഗാണ് മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് എന്തായാലും തോന്നിയത്. അന്ന് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ 2 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ നൽകിയാണ് കേട്ടോ മോദി സർക്കാർ ഈ സിനിമയെ വരവേറ്റത്. പിന്നാലെ തന്നെ കാമാഖ്യ നാരായണൻ സിംഗിന്റെ ഒരു പ്രതികരണം കൂടി വന്നു. അത് ഏറെ ചിരിപ്പിച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ സാഹചര്യം മാത്രമല്ല, രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും സാഹചര്യങ്ങൾ ചിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ടെന്നും കേരളത്തിലെ മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നും ഒക്കെയാണ് കാമാഖ്യ നാരായണൻ സിംഗ് എന്ന ഈ സംഘപരിവാർകാരൻ പറഞ്ഞത്. മൂപ്പർക്ക് കേരളത്തിലേക്ക് വരാനുള്ള റൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. സത്യത്തിൽ കേരളം ഇന്ത്യയിൽ എവിടെയാണെന്നെങ്കിലും ഈ കോമാളിക്ക് അറിയാമോ? അതാണ് ഇത് കാണുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം കാണുന്ന പലരും ചോദിക്കുന്നത്. മാത്രവുമല്ല, അവർ വർഗീയത കൊണ്ട് നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് മലയാളികൾ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നത്? അതായത് വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടെടുത്ത് ഇങ്ങനെ തോൽപ്പിക്കുകയാണ് ഈ വർഗീയ വിഷവിത്തുക്കളെ. അതാണ് കേരള സ്റ്റോറി, അതാണ് റിയൽ കേരള സ്റ്റോറി, അതാണ് മലയാളികൾ ഇങ്ങനെയാണ് ഭായി. ചിത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു രംഗം അതിലുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഉയർന്ന് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ഹിന്ദു പെൺകുട്ടികൾ ബീഫ് തിന്നുന്ന ചിത്രം അടക്കം പോസ്റ്റ് ചെയ്താണ് സിനിമയുടെ ട്രെയിലറിനെ ട്രോളി കേരള സ്റ്റോറി 2ഉം കല്ലുവെച്ച നുണകളുടെ ഒരു വലിയ പടുകൊട്ടാരമാണ്, ഇതൊരു ഫേക്ക് സ്റ്റോറിയാണ് എന്ന് അവർ കാണിച്ചു കൊടുക്കുന്നത്. ചില രസകരമായിട്ടുള്ള ട്രോളുകൾ വായിക്കാതെ പോകാൻ കഴിയില്ല, ഞാനൊന്ന് വായിക്കാം. ബീഫ് കഴിക്കുന്ന രംഗത്തിന് ഇനി ആരെ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നും നിർബന്ധിക്കാതെ തന്നെ കഴിക്കാമെന്നുമാണ് ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ബീഫിനൊക്കെ എന്തൊരു വിലയാണെന്നും ഇങ്ങനെ തുപ്പിക്കളയാമോ എന്നും ഒക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഇനി പൊറോട്ട ഇല്ലാത്തത് കൊണ്ടാണോ കുട്ടി ബീഫ് കഴിക്കാത്തതെന്നും സംശയം പ്രകടിപ്പിക്കുന്നവരെയൊക്കെ ആ കമന്റ് ബോക്സിൽ കാണാം. അടുത്ത നാഷണൽ അവാർഡ് ലോഡിംഗ് എന്നും പലരും കുറിച്ചു. നമുക്ക് അറിയാത്ത വേറെ കേരളമുണ്ടോ, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കാണുന്നു. ബീഫ് കഴിച്ചുകൊണ്ട് ട്രെയിലർ കാണുന്നവരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ നമുക്ക് ട്രോളുകളും പല കമന്റുകളും ഒക്കെ എന്തായാലും കാണാൻ സാധിച്ചു. എന്ത് നുണയാണ് സുദീപ് സെന്നിന്റെ കേരള സ്റ്റോറി അന്ന് പറഞ്ഞത്? കേരളത്തിൽ നിന്ന് 32,000-ഓളം സ്ത്രീകൾ മതം മാറി ISIS-ൽ ചേർന്നു എന്നതായിരുന്നു അന്ന് ആ സിനിമയിലൂടെ ഇവരങ്ങ് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. എന്നാൽ അവസാനം മലയാളികൾ തെളിവ് ഒരു 10 പേരെങ്കിലും എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നപ്പോൾ സംഖ്യ നേരെ എങ്ങനെ പ്ലേറ്റ് മറിച്ചു. കണക്കുകൾ നുണയാണെന്ന് പരസ്യമായി സമ്മതിക്കേണ്ടി വന്നു. ഇല്ലേ? സത്യമല്ലേ? കേരളം തീവ്രവാദത്തിന്റെ കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമമായിരുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിലൂടെ ഇവർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിക്കാനുള്ള ശ്രമം കൂടി ആ സിനിമ നടത്തി പരാജയപ്പെട്ടു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ സിനിമ 8 നിലയിൽ പൊട്ടിയതും ഒരു ചരിത്രം തന്നെയാണ് കേട്ടോ. ഇത്തരം സിനിമകളുമായി കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നാൽ ഇതെങ്ങനെ പൊട്ടിച്ച് പെട്ടിയിലാക്കി വിടും എന്ന് മലയാളികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പണ്ട് ഈ സിനിമയിലെ രംഗങ്ങൾ ഓർമ്മപ്പെടുത്തി കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് നോക്കൂ, കേരള സ്റ്റോറി കാണൂ എന്നൊക്കെ പറഞ്ഞത് ആരും മറന്നിട്ടില്ല. ആ പ്രസംഗം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ദേശീയ അവാർഡ് കൊടുത്തില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ, അല്ലെ? കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് സാഹിബ് പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കാൻ കേരളം പോലെ ഒരു സംസ്ഥാനം ഉള്ളത് വലിയ അനുഗ്രഹമാണെന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണത്. എന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രമൊക്കെ നമ്മൾ കണ്ടു, അല്ലെ? അത് കണ്ട് നമ്മുടെ കണ്ണു നിറഞ്ഞു സന്തോഷം കൊണ്ട്. അതൊക്കെ ദേശീയ തലത്തിൽ ഹെഡ്ലൈൻ ആകുമ്പോൾ ഇത്തരം ചൊറിച്ചിലുകൾ സ്വാഭാവികമാണ്. പക്ഷെ സിനിമയെ വർഗീയ ബോംബായി ഉപയോഗിക്കുന്നവരോട് കല മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ളതാണ്, ഭിന്നിപ്പിക്കാനുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തെ വളച്ചൊടിക്കുന്നത് കലയല്ല, അത് വെറും കച്ചവടമാണ്, അജണ്ടയാണ്. അതെ, കേരള സ്റ്റോറി അത്തരം പ്രൊപ്പഗാൻഡ സിനിമയാണ്. ഇത് ആരും കാണരുതെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പറയാതെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാം. ചാണകം ചവിട്ടാതെ എങ്ങനെ നടക്കണമെന്ന് നമ്മുടെ മലയാളികളെ
എന്തായാലും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ വർഗീയ കൊടിയ വിഷവുമായി കാളകൂട വിഷവുമായി സംഘപരിവാറും സംഘവും കളത്തിലിറങ്ങുകയാണ്. ഇനി ഈ സിനിമയെ വെള്ളപൂശിക്കൊണ്ട് വൈറ്റ് വാഷ് അടിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ BJP-ക്കാരും സംഘപരിവാരങ്ങളും ഒക്കെ കളത്തിലിറങ്ങും. കഴിഞ്ഞ തവണ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴും ഈ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളൊക്കെ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് സിനിമയെ വെളുപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, എത്ര സീനുകൾ കട്ട് ചെയ്യിപ്പിച്ച ഒരു സെൻസർ ബോർഡാണ് അവിടെ ഇരിക്കുന്നത്. സെൻസർ ബോർഡിന്റെ കത്രിക കാണാതായെന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഒന്ന് കണ്ടു കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്കൊന്ന് അയച്ചു കൊടുക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.